രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതത്തിൻ്റെ വാൽമീകി രാമായണത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കാനായി വേണ്ടുന്നതെല്ലാം ചെയ്തു. പക്ഷേ ഫേസ്ബുക്ക് എന്നെ ഇട്ട് വട്ടം കറക്കി ഇത്രയും നേരം. പാസ്വേഡ് ചോദിച്ചും ലോഗിൻ ചെയ്യാനായിട്ട് പറഞ്ഞും ഒക്കെ പിന്നെ ഇത്രയും സമയം കളഞ്ഞ് വല്ലവിധേനയും പുതിയ പാസ്വേഡെല്ലാം കൊടുത്ത് ഒക്കെ റെഡിയാക്കി എടുത്തതാണ്. അതുകൊണ്ട് 10-16 മിനിറ്റ് നഷ്ടമായി. എല്ലാവരും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം പ്രിയമുള്ളവരെ, വാൽമീകി രാമായണത്തിൻ്റെ ഇന്നത്തെ ചർച്ചാ ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നു. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോടൊപ്പം കാമാശ്രമത്തിൽ എത്തി വിശ്രമിക്കുന്നത് നാം കണ്ടു. അടുത്ത പുലരിയിൽ കാമാശ്രമത്തിൽ നിന്ന് അവർ സിദ്ധാശ്രമത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ബാലകാണ്ഡത്തിലെ 24ാമത് സർഗത്തിലാണ് കാമാശ്രമത്തിൽ നിന്ന് സിദ്ധാശ്രമത്തിലേക്കുള്ള യാത്ര വർണ്ണിച്ചിരിക്കുന്നത്. ആ കാമാശ്രമത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചു തരുന്ന ദിവ്യമായ തപോഭൂമിയാണത്. അതുകൊണ്ടാണ് കാമാശ്രമം എന്ന് പേര്. അവിടെ നിന്ന് രാവിലെയുള്ള കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് പൂജാദികൾ ജപഹോമാദികൾ ഒക്കെ കഴിഞ്ഞ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോടൊപ്പം സിദ്ധാശ്രമത്തിലേക്ക് യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. ആ അവസരത്തിൽ ആ കാമാശ്രമത്തിൽ തപസ് ചെയ്യുന്ന ശ്രീ മഹാദേവന്റെ തന്നെ ശിഷ്യന്മാരായിരിക്കുന്ന എല്ലാ മുനികളും ഒത്തുചേർന്ന് അവരെ സസന്തോഷം എല്ലാ യാത്രാമംഗളങ്ങളും നേർന്നുകൊണ്ട് യാത്രയാക്കുകയാണ്. ഇനി ഗംഗ തരണം ചെയ്യണം. ദക്ഷിണ ദിക്കിലേക്ക് അവർക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള ആ ഋഷിമാർ വള്ളം തയ്യാറാക്കി അവിടെ കൊണ്ടുവന്നു. ആ വള്ളത്തില് വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും കയറി ആ വള്ളം തുഴഞ്ഞ് മറുകരയിൽ സുരക്ഷിതമായിട്ട് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ ഋഷിമാരുണ്ട്. അങ്ങനെ ഗംഗാനദിയിലൂടെ അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. ഗംഗാ നദിയും അതേപോലെ സരയുവും ചേരുന്ന സംഗമസ്ഥാനത്തു കൂടിയാണ് ആ യാത്ര ഗംഗയുടെ മറുകരയിലേക്ക് പോകുന്നത്. ആ യാത്ര കുറെ ദൂരം പോയി
നടുവിലെത്തിക്കഴിഞ്ഞു. അപ്പോഴേക്കും വളരെയേറെ അത്ഭുതകരമായ ശബ്ദം. രണ്ട് നദികളുടെയും ജലം ഒരുമിച്ച് ചേരുന്നിടത്ത് ആ ജലങ്ങൾ തമ്മിലുള്ളതായ സംഘർഷം മൂലം ഉണ്ടാകുന്നതായ ശബ്ദം രാമലക്ഷ്മണന്മാർ കേട്ടു. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പുതിയൊരു അനുഭവമാണ്. ശ്രീരാമൻ ഉടനെ തന്നെ ഋഷിയോട് പറഞ്ഞു, അല്ലയോ മഹർഷി, ഈ നദി വളരെയേറെ ആഹ്ലാദമുളവാക്കുന്നു. ഇതിന്റെ നടുവില് ഈ രണ്ട് നദികളും ചേരുന്നിടത്ത് എത്തുമ്പോഴേക്കും വല്ലാത്ത ഒരു ശബ്ദം, അത് വളരെ മനോഹരമായ ശബ്ദമാണ്. എന്തുകൊണ്ടാണ് ആ ശബ്ദം ഉണ്ടാകുന്നത് എന്ന് ചോദിക്കേ. അപ്പോൾ വിശ്വാമിത്രൻ ആ നദികളുടെ സവിശേഷതയെക്കുറിച്ച് അവരോട് വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. കഥയാമാസ ധർമ്മ ശബ്ദസ്യ നിശ്ചയം. ഹൃദയഹാരിയായ ആ ശബ്ദത്തിന്റെ കൃത്യമായിട്ടുള്ളതായ കാരണം വിശ്വാമിത്രൻ, ധർമാത്മാവായ വിശ്വാമിത്രൻ ആ ബാലകന്മാരോട് പറഞ്ഞു, അല്ലയോ കുഞ്ഞെ, ഹിമാലയത്തിന്റെ മുകളില് കൈലാസപർവ്വതത്തിന്റെ സാനുവില് വലിയൊരു സരസ്സുണ്ട്. ബ്രഹ്മണ നരശാർദൂല തേനേദം മാനസം സര കൈലാസ പർവ്വതേ രാമ മനസാ നിർമ്മിതം പരം. അല്ലയോ രാമ, ആ കൈലാസപർവ്വതത്തിൽ അതിന് സമീപത്തായിട്ട് ബ്രഹ്മാവ് തന്റെ മനസ്സിന്റെ സങ്കല്പശക്തി കൊണ്ട് നിർമ്മിച്ചതായ ഒരു സരസ്സുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മാനസ സരസ് എന്ന് പേര്. ബ്രഹ്മണ നിർമ്മിതം. പ്രപഞ്ചത്തിലെ സകല ജീവരാശിക്കും വേണ്ടുന്നതായ ശരീരത്തെ നിർമ്മിച്ചു കൊടുക്കുന്ന ചുമതലയാണ് ബ്രഹ്മാവ് നിർവഹിക്കുന്നത്. അദ്ദേഹം തന്നെ നിർമ്മിച്ചതാണത്. അതുകൊണ്ട് മാനസ സരസ് എന്ന് അതിന് പേര്. ആ സരസിൽ നിന്നിട്ടാണ് ഈ നദിയുടെ ഉൽപ്പത്തി. സരപ്രവൃത്ത സരയു പുണ്യ ബ്രഹ്മസരസ്ത്യുത. ബ്രഹ്മാവ് നിർമ്മിച്ചതായ ആ സരസിൽ നിന്ന് പ്രവാഹം ആരംഭിക്കുന്നവളാണ് ഈ നദി. അതുകൊണ്ടാണ് ഇതിന് സരയു എന്ന് പേര് വന്നത് എന്ന് അറിയണം. ഗംഗയാകട്ടെ ഉത്ഭവിക്കുന്നത് അങ്ങ് വിഷ്ണുവിന്റെ പാദത്തിൽ നിന്ന് അത് ദേവലോകത്തിലൂടെ ഒഴുകി ഭൂമണ്ഡലത്തിലെ ശിവന്റെ ജടയിൽ വീണ് അവിടെ നിന്ന് ഭഗവാന്റെ അനുമതിയോടുകൂടി ഇങ്ങ് ഗോമുഖിയിലൂടി ഭൂവിൽ കൂടി ഹരിദ്വാർ തുടങ്ങിയതായ പ്രദേശങ്ങളിലൂടെ ഒഴുകി അങ്ങ് സമുദ്രം, ഇപ്പോൾ കാണപ്പെടുന്ന സമുദ്രമുള്ള പ്രദേശത്ത് ചെന്ന് ചേരുന്നു. ഇവിടെ ഈ ഗംഗയും സരയു അവരുടെ ഈ യാത്രക്കിടയിൽ സംഗമിക്കുകയാണ്. അവയിലെ ആ വെള്ളം പരസ്പരം തൊടുന്ന അവസരത്തില്, ഏറ്റുമുട്ടുന്ന അവസരത്തില് അവ തമ്മിലുള്ളതായ ആ ഒരു ശബ്ദം, അതാണ് അല്ലയോ രാമ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വാരി സംക്ഷോഭജോ രാമ. ഈ രണ്ട് നദിയുടെയും ജലം ഏറ്റുമുട്ടുന്ന, അവ തമ്മില് കൂട്ടിമുട്ടുന്ന ആ ശബ്ദമാണ് നാം കേൾക്കുന്നത്. പവിത്രമാണ് ഈ രണ്ട് നദികളും. അവയുടെ ഈ സംഗമസ്ഥാനം വളരെയേറെ പവിത്രമാണ്. പ്രണാമം നിയത കുരു. അല്ലയോ രാമ, നീ ഇവിടെ ഈ നദികളെ, പുണ്യ തീർത്ഥങ്ങളെ നീ പ്രണമിച്ചാലും നമസ്കരിച്ചാലും. അപ്പോഴേക്കും രാമലക്ഷ്മണന്മാര് ഗുരുനാഥൻ പറഞ്ഞ പ്രകാരത്തില് ആ പവിത്രമായ നദികളുടെ സംഗമസ്ഥാനത്ത് ആ നദികളെ വന്ദിച്ചു. അങ്ങനെ ആ നൗക ഗംഗ കടന്ന് മറുകരയിൽ ദക്ഷിണ തീരത്ത് എത്തിച്ചേർന്നു.